അസ്ത്ര MK-1 മിസൈലിന്റെ കാര്യത്തിൽ വലിയ ഒരു ടെക്നോളജിക്കൽ അപ്ഡേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ പറക്കാനുള്ള ശേഷി ഇന്ത്യ വർദ്ധിപ്പിക്കുകയാണ്. ഏത് രീതിയിലുള്ള ടെക്നോളജിക്കൽ ഇന്റഗ്രേഷനാണ് ഇപ്പോൾ അസ്ത്ര MK-1 സാധ്യമാക്കിയിരിക്കുന്നത്? എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ത്യയുടെ ആദ്യത്തെ എയർ ടു എയർ മിസൈൽ, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കാറ്റഗറിയിലുള്ള എയർ ടു എയർ മിസൈലാണ് അസ്ത്ര MK-1. ആ മിസൈല് ആദ്യം 110 കിലോമീറ്റർ ആയിരുന്നു അതിന്റെ പരമാവധി ദൂരം. പിന്നീട് അത് ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനുള്ളിൽ നമ്മൾ ഈ രംഗത്ത് വലിയ ബ്രേക്ക് ത്രൂ ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് അതിന്റെ ദൂരപരിധി ഏതാണ്ട് 150 കിലോമീറ്ററോളം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അസ്ത്ര MK-1 ദൂരപരിധി ഇന്ത്യ 170 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിന്റെ ഒരു പ്രത്യേകത, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൂരപരിധി അച്ചീവ് ചെയ്തിട്ടുള്ള സിംഗിൾ പൾസ് സോളിഡ് ഫ്യൂവൽ റോക്കറ്റ് മോട്ടോർ ഉപയോഗിക്കുന്ന മിസൈലാണ്. അത് സിംഗിൾ പൾസ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന എയർ ടു എയർ മിസൈൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളതായിട്ട് അസ്ത്ര 1 മാറിയിരിക്കുന്നു. PL-15 ആയിരുന്നു ഇതുവരെ. ആ PL-15 മാറിയിട്ട് ഡുവൽ പൾസ് മോട്ടോർ ഉപയോഗിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ റേഞ്ച് ഉണ്ട്. അസ്ത്ര MK-2 ഡുവൽ പൾസ് മോട്ടോർ ആണ്, അതിന് 240 ആണ്. അതും സ്വാഭാവികമായിട്ടും വർദ്ധിപ്പിക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിൽ വശം എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇന്ത്യ വളരെ പിറകിലായിരുന്നു. 2020 മുമ്പ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ ഒന്നാമത് തദ്ദേശീയമായിട്ട് നമ്മൾ റോക്കറ്റുകൾ നിർമ്മിച്ചിരുന്നില്ല. നമ്മൾ റഷ്യയുടെ കൈവശമുള്ള, റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിച്ച R-77, അതുപോലെ ബ്രിട്ടന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചത്, പിന്നെ അതുപോലെ ഫ്രഞ്ച് നിർമ്മിത, ഇസ്രായേൽ നിർമ്മിത ചില എയർ ടു എയർ മിസൈലുകളൊക്കെ ആയിരുന്നു. അതിന്റെ എല്ലാം തന്നെ റേഞ്ച്, ഒരു പരമാവധി ദൂരപരിധി എന്ന് പറഞ്ഞാൽ 70-80 കിലോമീറ്റർ ഒക്കെ ആയിരുന്നു. അത് നമുക്ക് ബാലാക്കോട്ട് ആക്രമണം നടത്തിയതിന് ശേഷം നമുക്കത് ഒരു ഒരു ഹാൻഡിക്യാപ്പായി, നമ്മൾക്കൊരു ദൗർബല്യമായിട്ട് മാറി. കാരണം ഇപ്പൊ അമേരിക്കയുടെ ആംറാം എന്ന് പറയുന്ന 110 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു MiG-21 വിമാനം അവർക്ക് വെടിവെച്ചിടാനൊക്കെ പറ്റിയത്. പക്ഷെ അത് ആ ഒരു കാലം മാറി. കഥ മാറി. ഇപ്പോ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത അസ്ത്ര MK-1 ആദ്യം തന്നെ അതിന് 116 കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നു. പിന്നീട് അത് 150, 160 എന്നുള്ള നിലയിലായി. ഇപ്പൊ അത് 170 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. സമാനമായിട്ട് ഇതേ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ അസ്ത്ര MK-2 ഇപ്പോൾ നിർമ്മാണം അവസാന ഘട്ടത്തിൽ, അതായത് നിർമ്മാണം കഴിഞ്ഞു അതിന്റെ പരീക്ഷണ ഘട്ടത്തിൽ ഇരിക്കുന്ന MK-2 റേഞ്ച് 200-220 എന്നൊക്കെ ഉള്ളതിന് ആദ്യം 240 ആയിട്ടും പിന്നീട് 250 ആയിട്ടും ഒക്കെ ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് വാർത്ത. അസ്ത്ര MK-3 വ്യത്യസ്തമായ ഒരു മിസൈലാണ്. അതിന് 300 കിലോമീറ്റർ അധികം ദൂരപരിധി ഉണ്ട്. പക്ഷെ അതിൽ ഉപയോഗിക്കുന്നത് റാംജെറ്റ് എഞ്ചിനാണ്. ഇവിടെ സിംഗിൾ പൾസും ഡുവൽ പൾസും റോക്കറ്റ് എഞ്ചിനുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് ഈ ഒരു ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ സാധ്യമായിരിക്കുന്നത്? എന്താണ് അതിന് അത് നമുക്ക് തരുന്ന ഒരു മേൽക്കൈ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇതില് ഒന്ന്, എയറോഡൈനാമിക് റിഫൈൻമെന്റ്. എയറോഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വായുവിലൂടെ പോകുമ്പം വായു അതിനെ തടയും. ആ വായുവിന്റെ ഒരു ഘർഷണം മൂലം അതിന്റെ വേഗത കുറഞ്ഞു. അങ്ങനെയാണ് അത് കുറച്ച് കഴിയുമ്പോൾ താഴെ വീഴും. അപ്പൊ ആ എയറോഡൈനാമിക് റിഫൈൻമെന്റിലൂടെ, അതിന്റെ രൂപമാറ്റത്തിലൂടെ അതിന് വായുവിലുമായിട്ടുള്ള ഘർഷണം കുറച്ചിട്ട്, അല്ലെ അതിന് മുന്നോട്ടുള്ള കുതിപ്പ് വർദ്ധിപ്പിക്കും. അതൊന്നാമത്തെ. പിന്നെ ഫ്ലൈറ്റ് പ്രൊഫൈൽ ഓപ്റ്റിമൈസേഷൻ എന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കല്ല്, ഇപ്പൊ ഗൗതം അടുത്ത ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 20 മീറ്റർ അപ്പുറത്ത് ഒരു മൃഗം നിൽക്കുന്നു, ഒരു പട്ടി നിൽക്കുന്നു. അത് നിങ്ങൾ കടിക്കാൻ പറ്റും. നിങ്ങളൊരു എടുത്ത് അതിനെ എറിയും. അപ്പൊ അത് നേരെയാണ് എറിയുന്നത്. നേരെ മറിച്ച് നമ്മളൊരു 45 ഡിഗ്രി ദൂരത്ത് പോകും. അപ്പൊ ഈ ഫ്ലൈറ്റ് പാത്ത് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അതിന്റെ ഒരു സഞ്ചാര പഥത്തെ അത് വ്യത്യസ്തമാക്കിക്കൊണ്ട് പരമാവധി ദൂരത്തിലേക്ക് ഈ മിസൈൽ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. അങ്ങനെ പ്രൊപ്പല്ലന്റിൽ, അതായത് ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തില് കുറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്
ആ ഇന്ധനത്തിന് ഇന്ധനം കുറച്ച് ഒരു വ്യത്യസ്തമാക്കിക്കൊണ്ട് ഇപ്പോഴുള്ള ഇന്ധനം തന്നെ, പക്ഷെ അതിന്റെ കോമ്പിനേഷൻ, കെമിക്കൽ കോമ്പോസിഷൻസ് ഒക്കെ ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് അതിന്റെ പരമാവധി ഈൽഡ് ഉണ്ടാക്കുക, ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആ ഇന്ധനം പര്യാപ്തമാണ്. ഇങ്ങനെ 3 ഘടകങ്ങളിലൂടെയാണ് നമ്മൾ ഇതിന്റെ ദൂരപരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഈ ഡിഫൻസ് ജേണലുകളിലൊക്കെ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് പാത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഓപ്റ്റിമൈസേഷൻ ഓഫ് ഫ്ലൈറ്റ് പാത്ത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ മുകളിലോട്ടുള്ള ആൾട്ടിറ്റ്യൂഡ് കുറച്ചുകൂടി ഉയരത്തിലേക്ക്, ഈ ഇപ്പൊ ഒരു ശത്രു വിമാനം വരുമ്പോൾ നേരെ ശത്രു വിമാനത്തിന് നേർക്ക് വിടാതെ ഇത് കുറച്ചൊരു ഉയരത്തിലേക്ക് വിട്ടിട്ട് ഉയരത്തിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു, അതായത് ഒരുമാതിരി ഒരു ചെറിയ ബലിസ്റ്റിക് മിസൈലിന് സമാനമായ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അത് അതിന് ചില ഗുണങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് എനർജി മിഡ് വേയിൽ എനർജി കൺസർവ് ചെയ്യും, പകുതി വഴിക്ക് എനർജി സൂക്ഷിക്കുക. ആ എനർജി സൂക്ഷിക്കുമ്പോൾ ഇതിന്റെ സ്പീഡ് വർദ്ധിക്കും. ആ സ്പീഡ് വർദ്ധിക്കുന്ന അവസാന ഘട്ടത്തിൽ, അതായത് ഈ ആകാശത്തിലെ കൂടുതൽ ഉയരത്തിലേക്ക് ഇത് പോകുന്തോറും അവിടെ വായു കുറവായിരിക്കും. വായു കുറവാകുമ്പോൾ ഈ മിസൈലിനെ തടുക്കുന്ന, മിസൈലിനെ പ്രതിരോധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ട് പോകുമ്പോൾ ഘർഷണം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അങ്ങനെ സാധ്യത കുറയുമ്പോൾ അതിന് കൂടുതൽ ഇന്ധനം വേണ്ട, കുറച്ച് ഇന്ധനം മാത്രമേ കത്തത്തുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുന്ന മിസൈല് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വീണ്ടും താഴോട്ട് വരും. അപ്പോൾ ഈ ബാക്കി അവശേഷിക്കുന്ന ഇന്ധനത്തിന്റെ അളവ് കൂടുതലായിരിക്കും ഈ മിസൈൽ. അങ്ങനെ ഇത് വളരെ വേഗത്തിൽ കുതിച്ചു പോകും. അതോടൊപ്പം ഇതിന്റെ റേഞ്ചും വർദ്ധിക്കും. അതാണ് ഈ ഫ്ലൈറ്റ് ഓപ്റ്റിമൈസേഷൻ എന്ന ഒരു സംവിധാനത്തിലൂടെ, ഒരു ടെക്നോളജിയിലൂടെ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ സീക്കറുകളാണ്. സീക്കർ എന്ന് പറഞ്ഞാൽ പിന്നെ എതിർ വിമാനത്തെ കണ്ടുപിടിക്കുന്ന റഡാർ തന്നെയാണ്. റഡാറും ഒരു സീക്കറാണ്, ഒരുതരം സീക്കറാണ് റഡാറുകൾ. മിനിയേച്ചർ, വളരെ ചെറിയ റഡാർ എന്ന് നമ്മൾ പറയുമ്പോൾ വലിയ ഇങ്ങനെ ഇതൊക്കെ ആയിട്ടിരിക്കുന്ന എന്താണ്, വലിയ കുട പോലിരിക്കുന്ന റഡാറുകളൊന്നുമല്ല, വളരെ ചെറിയ മൈക്രോ റഡാറുകളാണ്. ആ റഡാറുകൾ ഇതിന്റെ നോസ്കോണിലും ഉണ്ടാകും. അത് വളരെ അതിന്റെ അത് മെച്ചപ്പെടുത്തി തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നത്, അത് നമ്മൾ തീർച്ചയായിട്ടും അതിനകത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് എന്ന് പറയും. അതായത് ഒരു മിസൈൽ വരുമ്പോൾ മിസൈലിനെ പറ്റിക്കാൻ ചാഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് പിന്നെ ഒരു വിമാനത്തിൽ നിന്നും അത് വിക്ഷേപിക്കും. അതായത് അതിൽ തട്ടിയിട്ട് ഇതിലെ റേഡിയോ വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തിരിച്ചു വരും. അപ്പൊ ഇതിന്റെ ലക്ഷ്യം തെറ്റിപ്പോകും ഈ മിസൈലിന്. അത് സംഭവിക്കാതിരിക്കാൻ കൗണ്ടർ മെഷേഴ്സ് ഉണ്ട്. അതായത് ഒറിജിനൽ ലക്ഷ്യവും ഈ പറയുന്ന വ്യാജ ലക്ഷ്യങ്ങളുമായിട്ട് വേർതിരിക്കാൻ മിസൈലിന് കഴിയും. അങ്ങനെ മിസൈല് പല രീതിയിൽ നോക്കും. അതായത് അതിന്റെ ഇൻഫ്രാറെഡ് റഡാർ നോക്കിയിട്ട് യഥാർത്ഥത്തിൽ ഇത് വിമാനം തന്നെയാണോ നോക്കും. ക്രോസ് സെക്ഷൻ അനലൈസ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ഇത് വിമാനമാണോ എന്ന് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ നോക്കും. അപ്പൊ പല രീതിയിലുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് ഈ ഓൺബോർഡ് ആയിട്ടുള്ള ഈ ചെറിയ സീക്കർ ഫൈനലി ഇതിന് കൃത്യമായ മാർഗദർശനം കൊടുക്കും. പിന്നെ മിഡ്വേയിലൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ ഭൂമി കൺട്രോൾ റൂമിൽ നിന്നുള്ള നിർദ്ദേശം ഇതിൽ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള, പിന്നെ അതുപോലെ നെറ്റ്വർക്ക് സെൻട്രിക് ടാർഗറ്റിംഗ് ആണ്. എത്ര ഇഫക്റ്റീവ് ആയിട്ടുള്ള മിസൈൽ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അത് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു അവാക്സ് വിമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭൂമിയിലുള്ള റഡാർ നെറ്റ്വർക്കിൽ നിന്നോ ഉള്ള ഇൻഫർമേഷൻ അതനുസരിച്ചാണ് ഒരു മിസൈൽ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ ഈ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മികവിലേക്ക് എത്തിയിരിക്കുന്നു. ഓവറോൾ നമ്മൾ ഒരു എയർ ടു എയർ മിസൈലിന്റെ ലോഞ്ചിലും അതുപോലെ തന്നെ എയർ ടു എയർ മിസൈലിന്റെ ഇഫക്റ്റീവ്നെസ്സിലും അതിന്റെ റേഞ്ചിലും എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് ഇതിലൊരു വ്യത്യസ്തത നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഞാൻ ആദ്യം പറഞ്ഞ എയറോഡൈനാമിക്സ് അതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നോസ്കോൺ, അതായത് ഒരു മിസൈലിന്റെ മൂക്ക്, ആ മുന്നിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗം, അത് കുറച്ചുകൂടി ഷാർപ്പാക്കുക. അപ്പോഴത്തേക്ക് തന്നെ കുറച്ചുകൂടെ വായുവിനെ കീറി മുറിച്ച് പായാനുള്ള ശക്തി കൊടുക്കുക. പിന്നെ അതിന്റെ അതിന്റെ മിസൈലിന് ചെറിയ ചിറകുണ്ട്, ആ ഫിന്ന്, അതുപോലെ അതിന്റെ വാൽ, പുറകുവശം, ഇതൊക്കെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ പിന്നെ വായുവിനെ കീറി മുറിച്ച് പോകാനുള്ള അതിന്റെ കഴിവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അതിന്റെ ഒരു പെർഫെക്ഷൻ ആ മിസൈലിന്റെ രൂപത്തില് അതിൽ തന്നെ ഒരു പെർഫെക്ഷനിലെത്തി. അങ്ങനെ അതുപോലെ ലിഫ്റ്റ്, അതായത് ബോഡി ലിഫ്റ്റ്, സിലിണ്ടറിക്കൽ ഷേപ്പില് അതിന് ഉണ്ടാകാവുന്ന പല ഭാഗങ്ങളിലുമുള്ള തടസ്സങ്ങൾ മാറ്റിയെടുത്തിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെറുതെന്ന് നമുക്ക് തോന്നുകയും എന്നാൽ ആത്യന്തികമായി ഫലം വരുമ്പോൾ ഒരു പ്രഹരശേഷി 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു തരം
ഒരു മിസൈലാക്കി ഇതിനെ മാറ്റിയെടുത്തു. ഇതിന്റെ ഒരു ഗുണം എന്ന് അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മിസൈലുകളൊന്നും തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണ്ട. ഇപ്പൊ സാധാരണ ഒരു പുതിയ അസ്ത്ര MK1 പകരം ഒരു പുതിയ മിസൈൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വിമാനത്തിൽ ഇത് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം തൊട്ടുള്ള എല്ലാ കാര്യത്തിലും വ്യത്യസ്തത വരുത്തുന്നു. വിമാനത്തിന് തന്നെ മിസൈൽ അതിൽ ഉറപ്പിച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്ക് തന്നെ വ്യത്യസ്തത വരുത്തണം. ഇവിടെ അതൊന്നും വേണ്ട. നിലവിലുള്ള മിസൈൽ അതുപോലെ നിലവിലുള്ള മിസൈലിനും ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞ മിസൈൽ പോലും ഈ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അങ്ങനെ വരുത്തിക്കൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുതൽ മുടക്ക് വളരെ കുറവായിരിക്കും, പക്ഷെ ഫലം വളരെ വ്യത്യസ്തമാവുകയും ചെയ്യും. എന്തായാലും ശരി, ഇന്ത്യ വലിയൊരു മുന്നേറ്റമാണ് ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.